താമരശ്ശേരി എലോക്കരയിലെ പ്ലാസ്റ്റിക് സംസ്കരണ ഫാക്ടറിയിലുണ്ടായ തീപിടുത്തം അണച്ചത് 5.5 മണിക്കൂറിലധികം നീണ്ട പരിശ്രമത്തിനൊടുവിൽ പുലർച്ചെ 3:30-നാണ് തീപിടുത്തമുണ്ടായത്. പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി പൊട്ടിച്ച പടക്കം പ്ലാന്റിലേക്ക് തെറിച്ചു വീണതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അതേസമയം താമരശ്ശേരിയിൽ ഫയർ സ്റ്റേഷൻ ഇല്ലാത്തത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. MRM എക്കോ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലാണ് തീപിടുത്തം. പ്ലാന്റും ഓഫീസ് ഉൾപ്പെടുന്ന 3 നില കെട്ടിടവും പൂർണ്ണമായും കത്തിനശിച്ചു. പിക്കപ്പ് വാനും കത്തിനശിച്ചു. മുക്കം, നരിക്കുനി, വെള്ളിമാടുകുന്ന് എന്നിവിടങ്ങളിൽ നിന്ന് 6 ഫയർ യൂണിറ്റുകളാണ് തീ അണയ്ക്കാനെത്തിയത്. പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ യൂണിറ്റ് ആയതിനാൽ തീ അണയ്ക്കുന്നതിന് വലിയ വെല്ലുവിളിയാണ് നേരിട്ടത്. പ്ലാസ്റ്റിക്കിലുണ്ടായിരുന്ന ഫയർ ആയതുകൊണ്ട് തന്നെ പൂർണ്ണമായും തീ കെടുത്തുന്നതിന് സമയമെടുക്കും. നമ്മൾ ആവശ്യപ്പെട്ട പ്രകാരം 2 JCB ലഭ്യമാക്കിയിട്ടുണ്ട്. 2 JCB ഉപയോഗിച്ചുകൊണ്ട് പൂർണ്ണമായും ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സൈഡിലേക്ക് മാറ്റിയതിനു ശേഷമാണ് തീ അണച്ചുകൊണ്ടിരിക്കുന്നത്. JCB എത്തിച്ച് മാലിന്യങ്ങൾ നീക്കിയതിനു ശേഷമാണ് പൂർണ്ണമായും തീ അണയ്ക്കാനായത്. പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി റോഡിൽ നിന്ന് പൊട്ടിച്ച പടക്കം പ്ലാന്റിലേക്ക് തെറിച്ചു വീണതാകാം തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പ്ലാന്റിന് സമീപം വെച്ച് പടക്കം പൊട്ടിക്കുന്നത് കണ്ടതായി ഇതര സംസ്ഥാന തൊഴിലാളികളും പറയുന്നുണ്ട്. इतना बम फूटा है, हम नींद से जग गया है 2 बार उठा है, उठ के देखा है बहुत लोग इधर घूम रहा है, बम फूटा रहा है। उसके बाद हम फिर इधर से सो गए हैं। सो जाने के बाद रात को 3 बजे तक 3:30 बजे तक कोई आदमी हमको बुला रहा है उठो उठो, अंदर आग लगा है। उठ के जाके देखा है आग लग गया है. അതേസമയം താമരശ്ശേരിയിൽ ഫയർ സ്റ്റേഷൻ ഇല്ലാത്തത് തീപിടുത്തത്തിന്റെ വ്യാപ്തി കൂട്ടി. പ്രദേശവാസികൾ നിരന്തരം ആവശ്യപ്പെടുന്നതാണ് ഫയർ സ്റ്റേഷൻ വേണമെന്നത്. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.